ഉടുമ്പൻചോലയിൽ CPM തന്നെ ജയിക്കാനാണ് സാധ്യത. മണി അത്ര ഹാപ്പി അല്ലെങ്കിലും ജയചന്ദ്രൻ അതിനേക്കാളും വലിയ ഫൈറ്ററാണ്. ഷോൺ ജോർജിന് വോട്ട് കൂടും എന്നുള്ളത് യാതൊരു സംശയം. ഷോൺ ജോർജ് പറയുന്നത് PC തോമസ് പണ്ട് മൂവാറ്റുപുഴ ജയിച്ച പോലെ പാലായിൽ ഷോൺ ജയിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് PC ജോർജ് ഉണ്ട്. കല്ലാനിക്ക് കിട്ടിയ അത്ര വോട്ട് പോലും ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളി അത്ര തന്നെ ഇമ്പ്രസീവ് അല്ല. സജി ചെറിയാൻ ചെങ്ങന്നൂരുള്ള പോലത്തെ ഒരു ക്ലൗട്ട് അതിനേക്കാൾ കൂടുതൽ വാസവന് ഏറ്റുമാനും. കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചില്ലെങ്കിൽ BJPയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും പത്മജയ്ക്ക് കിട്ടുമോ അത് സംശയമാണ്. പക്ഷേ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ പല്ലനാണ് ജയിക്കേണ്ടത്. LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയുമ്പോൾ അത് പിഷാരടിക്ക് കൂടുമോ അത് ശോഭയ്ക്ക് കൂടും. മധ്യകേരളം UDFനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മേഖലയാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. ഈ പറയുന്ന 5 ജില്ലയിലായിട്ട് 53 സീറ്റുകൾ. അതിൽ കഴിഞ്ഞ തവണ LDFന് 36 സീറ്റ് കിട്ടി, UDFന് 17 സീറ്റ് കിട്ടി. UDFൻ്റെ ഒരു തിരിച്ചുവരവിന് ഈ മേഖലയിൽ നിന്ന് സീറ്റ് അധികം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സാധ്യത അടയും എന്നുള്ളത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലവും പൊതുവേ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇടുക്കി മുതൽ ഈ പാലക്കാട് വരെയുള്ള, പാലക്കാടും തൃശ്ശൂരും ഒരു LDFന് ഒരു അപ്പർ ഹാൻഡുള്ള ജില്ലയാണ് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഈ 5 ജില്ലകളെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ UDFൻ്റെ LDFൻ്റെ സാധ്യത എങ്ങനെ കാണുന്നു? UDFന് മേൽക്കോയ്മയുള്ള പ്രദേശം തന്നെയാണ്, യാതൊരു സംശയവും. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയൊക്കെ LDF ജയിക്കുമ്പോഴും ഈ മേഖല വളരെ പ്രധാനപ്പെട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ സാമുദായികമായിട്ട് പറഞ്ഞ ക്രിസ്ത്യൻ ബെൽറ്റ് എന്ന് പറയാം. പാലക്കാട് അതിൽ വരില്ല. വടക്കാഞ്ചേരി തൊട്ട് അങ്ങ് ഇടുക്കി മുണ്ടകയം വരെ, അതെ നമ്മുടെ പൂഞ്ഞാറ് വരെയുള്ള പ്രദേശം, അത് അല്ലെങ്കിൽ ഇടുക്കി ദേവികുളം വരെയുള്ള പ്രദേശം. അവിടെ നോക്കുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജില്ലയായിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഈ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ബെൽറ്റ്, പാലക്കാട് ജില്ല എന്ന് മാറ്റുന്നത് കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസിൻ്റെ പ്രാമുഖ്യമുണ്ട്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ കോൺഗ്രസ്സാണ്. കോട്ടയം, ഇടുക്കി കേരള കോൺഗ്രസിനും കൂടി ശക്തിയുള്ള പ്രദേശമാണ്. അതുമാത്രമല്ല, ഈ ക്രിസ്ത്യൻ സഭകൾക്ക് വലിയ സ്വാധീനമുണ്ട്. സിറിയൻ ഓർത്തഡോക്സ് സഭ, സിറിയൻ യാക്കോബായ സഭ, കത്തോലിക്ക സഭ, അതുപോലെ കത്തോലിക്ക, സീറോ മലബാർ, അതുപോലെ ലാറ്റിൻ സഭ. ഇങ്ങനെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ക്രിസ്ത്യാനികളുള്ള ജില്ല എറണാകുളം. ഏറ്റവും അധികം ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് മത്സരിക്കുന്നതും എറണാകുളം. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശമാണ്. തൃശ്ശൂർ സിറിയൻ കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ഇടുക്കി, കോട്ടയം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ സ്വാധീനം ഇപ്പോൾ പഴയ പോലെ ശക്തമല്ല. ഇപ്പോൾ പള്ളിയിലെ അച്ഛന്മാരൊന്നും അങ്ങനെ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം എന്ന് വിളിച്ചു പറയില്ല. പറഞ്ഞാലും ആളുകൾ ഗൗനിക്കില്ല. പഴയ പോലെ അറിയും. മാത്രമല്ല, അതൊക്കെ വലിയ തമാശയാണ്. അപ്പോൾ പൊതുവേ ഒരു UDF അനുകൂല പ്രദേശം തന്നെയാണ് കോട്ടയമാണെങ്കിലും ഇടുക്കിയാണെങ്കിലും എറണാകുളം ആണെങ്കിലും. ഇടുക്കി മുതൽ നമ്മളിങ്ങോട്ട് എടുത്താലോ? ഇടുക്കി മുതലെടുത്താൽ ഇടുക്കിയിൽ 5 മണ്ഡലങ്ങളുള്ളത്. അതിൽ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം. അത് 3ഉം ഹൈറേഞ്ച് തോട്ടം മേഖലയാണ്. ഇടുക്കി ഹൈറേഞ്ച് ആണെങ്കിലും മറ്റേ തോട്ടം മേഖല എന്ന് പറയുന്നത് ഈ 3 ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം സംവരണ മണ്ഡലം കൂടിയാണ്. അതിൻ്റെ വേറൊരു രാഷ്ട്രീയമാണ്. തമിഴ് വംശജരായ തൊഴിലാളി. ഉടുമ്പൻചോലയിൽ CPM തന്നെ ജയിക്കാനാണ് സാധ്യത. മണി അത്ര ഹാപ്പി അല്ലെങ്കിലും ജയചന്ദ്രൻ അതിനേക്കാളും വലിയ ഫൈറ്ററാണ്. ജയേന്ദ്രൻ മരടിനുള്ള മണിക്ക് സീറ്റ് കിട്ടി. ആദ്യം മണിയോട് മത്സരിക്കുമ്പോൾ ഈ സേനാപതി വേണുവിനോട് കഷ്ടിച്ച് 1000-1200 അതെ. മാത്രമല്ല സേനാപതി വേണു നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ ജയചന്ദ്രൻ കുറച്ചും കൂടി ഒരു ചവിട്ടുറച്ച പോരാളിയാണ്. അതുപോലെ പീരുമേട്ടിൽ സിറിയക് തോമസ് ആണ് 3ാം തവണ മത്സരിക്കുന്നത്. 2 തവണ 300 വോട്ടിന്, ഒരു തവണ 1000 വോട്ടിന് വേണമെങ്കിൽ സിറിയക്ക് ജയിക്കാം. ഒരു സഹതാപം കൂടെ ആയിട്ട്. സഹതാപം മാത്രമല്ല, പുള്ളി 2 തവണ തോറ്റുപോയി എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു ആദ്യം ബിജുമോളായിരുന്നു, കഴിഞ്ഞ തവണ വാഴൂർ സോമനായിരുന്നു. പിന്നെ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അല്ലല്ലോ ഇപ്പോൾ. CPIയിലും കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു CPIയിലും പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമല്ല, മൊത്തത്തിൽ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് UDFന് അനുകൂലമായിട്ട്. അപ്പോൾ ഇത്തവണ മാറ്റം ഉണ്ടാകാവുന്ന ഒരു സീറ്റ് വേണമെങ്കിൽ പീരുമേട. പിന്നെ ദേവികുളം സംവരണ മണ്ഡലമാണ്. എസ് രാജേന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. ഒരു പ്രവചനാതീതമായ രീതിയിലേക്ക് പോയേക്കാം. ഒരു പക്ഷേ കോൺഗ്രസ് ആ സീറ്റ് പിടിക്കാനും ചെറിയ സാധ്യതയുണ്ട്. വലിയ സാധ്യതയില്ല. മറ്റെല്ലാ ഘടകങ്ങളോട് ചേർന്ന് വരുമ്പോൾ വേണമെങ്കിൽ ജയിക്കാം. ഈ ഇടുക്കിയുടെ ഒരു ഫൈറ്റ്, കാരണം ഇടുക്കിയിലാണ് എത്രയോ കാലത്തിന് ശേഷം ഒരു റിയൽ ഫൈറ്റ് നടക്കുന്നത്. ഇടുക്കിയിലാണ്. നമ്മൾ ആറന്മുളയെ പറ്റി പറഞ്ഞ പോലെ
ഇടുക്കിയിലെ റോഷി അഗസ്റ്റിൻ വളരെ ശക്തമായ നിലയിലാണ്. യു ഡി കാരണം എഫുകാരനായി എൽ ഡി എഫുകാരനായും ജയിച്ചിട്ടുണ്ട്. യു ഡി എഫ് ആയിട്ടും എൽ ഡി എഫ് ആയിട്ടും ജയിച്ചു. മാത്രമല്ല 2 തവണയും പുള്ളി കഴിഞ്ഞ 2 തവണ തോപ്പിച്ച ഫ്രാൻസിസ് ജോർജിനെയാണ്. പുള്ളി യു ഡി എഫിൽ നിൽക്കുമ്പോൾ ഫ്രാൻസിസ് എൽ ഡി എഫിൽ, പുള്ളി തിരിച്ച് LDF എൽ ഡി എഫിൽ പോയപ്പോൾ പറ്റില്ല. അപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ പോലെ ഒരാളെ നിർത്തിയിട്ട് പോലും ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് ഈ കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം ആളുകൾ റോഷിക്ക് മറ്റു രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നു. ഇടുക്കിയുടെ രാഷ്ട്രീയം വേറൊരു രീതിയിലാണ്. റോയ് പൗലോസാണ്, പുള്ളി മോശക്കാരനൊന്നുമില്ല, പഴയ DCC പ്രസിഡന്റ്. DC പ്രസിഡൻ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള അടികൊഴുക്കുകൾ ഏത് രീതിയിൽ വരും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ റോഷി അഗസ്റ്റിനെ പുള്ളി ഒരു വലിയ അഭ്യാസിയാണല്ലോ, അതുകൊണ്ട് അവസാന നിമിഷമായാലും പല സർക്കാർ തീരുമാനങ്ങൾ പോലും എല്ലാ കാര്യങ്ങളും അതിലൊക്കെ പുള്ളിക്ക് വലിയ റോഷിയെ തോപ്പിക്കുക. മുമ്പേ അങ്ങ് പറഞ്ഞ ഈ അടിയൊഴുക്കിന്റെ ഇപ്പം കേരള കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസിൽ നിന്ന് ഒരു അടിവലിക്കുള്ള സാധ്യത തള്ളാൻ പറ്റില്ല. ഇല്ല, ഇടുക്കി പോലെ അതെ 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 അങ്ങനെയുണ്ട്. പിന്നെ തൊടുപുഴയല്ലേ, നമുക്കറിയാം പി ജോസഫിന്റെ ഒരു കാലഘട്ടം അവസാനിച്ചെങ്കിലും മകൻ ജയിക്കാനാണ് സാധ്യത. മറ്റേ എതിർ സ്ഥാനാർത്ഥി വളരെ സിറിയക് ചാഴിക്കാട് തീരെയും ഇമ്പ്രസീവായിട്ടില്ല, അതിന് ഒരു എക്സ്പോഷർ ഇല്ലാത്ത ആളാണ്. അപ്പോൾ തൊടുപുഴയെ സംബന്ധിച്ച് സംശയമൊന്നുമില്ല, അവിടെ പി ജോസഫിൻ്റെ മകൻ ജയിക്കും. അപ്പു കോട്ടയത്തേക്ക് വന്നാലോ? കോട്ടയത്ത് മുമ്പ് ഇടുക്കി ജില്ലയിൽ ശരിക്കും ഫൈറ്റ് നടക്കുന്ന ഒന്ന് ഇടുക്കിയിൽ തന്നെയാണ്, ഇടുക്കിയിലാണ്. പിന്നെ ഇവർക്ക് പിടിച്ചെടുക്കാവുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് പീരുമേട്, ഒരു പക്ഷേ ദേവികുളം, ഏറ്റവും കൂടിയ ദേവികുളം. നമ്മൾ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ഉമ്മൻചാണ്ടി ഇല്ലാത്ത മാണി സാറും ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ ഒരു അവിടെ കോൺഗ്രസ് ജയിക്കുന്ന ഉറപ്പുള്ള 2 സീറ്റുള്ളൂ. അല്ല, ഇതിൽ ഈ ഇടുക്കി, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഈ 3 ജില്ലകളിലും സംഭവിച്ചിട്ടുള്ള വലിയ അപകടം UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള പാളിച്ചയാണ്. ജയിക്കാവുന്ന സീറ്റുകൾ തോൽക്കാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ളതാണ്. അത് എത്രത്തോളം ബാധിക്കും? അതാണ് ശരിക്കുള്ള പ്രശ്നം. ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിലൊക്കെ വലിയ ഭൂരിപക്ഷം കിട്ടി, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഇവരെ ജയിച്ചത്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്നൊരു ഘടകമുണ്ട്. ആ ഘടകം വരുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ കോട്ടയം ജില്ല നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. കഴിഞ്ഞ 9-ൽ 5 സീറ്റ് LDFിന്, 4 UDFിനോട് കിട്ടിയത്. ഇത്തവണ 4 തന്നെ റീറ്റേൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഉദാഹരണത്തിന് നമ്മൾ കോട്ടയത്ത് ഇപ്പോൾ ഉറപ്പായിട്ട് ജയിക്കുന്ന പറയാവുന്ന ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് ജയിക്കും, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ജയിക്കും. അത് രണ്ടും നമുക്ക് ഉറപ്പിച്ച് പറയാം. പാലായിലേക്ക് വരുമ്പോൾ മാണി സി കാപ്പൻ ശക്തമായ വിക്കറ്റിലാണ് നിൽക്കുന്നത്. ഈ ഷോണിൻ്റെ ഒരു പെർഫോമൻസ്, അതെ, അതാണ് അതിലെ ഒരു ഘടകം. ഷോൺ ജോർജ് വലിയ പ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം പറയുന്നത് അവിടെ വലിയ അട്ടിമറി ഉണ്ടാവും എന്നാണ്. നരേന്ദ്രമോദി പാലായിൽ നേരിട്ട് അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തുമാത്രമായിരിക്കും, അത് ആരെ കൂടുതൽ ബാധിക്കും, ആരെ ബാധിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ റിസൾട്ട്. ആരെ ബാധിക്കും എന്നുള്ളതാണ് ശരിക്കുള്ള വിഷയം. വോട്ട് കൂടും എന്നുള്ളത് നിസ്സംശയം. ഷോൺ ജോർജിന് വോട്ട് കൂടും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഷോൺ ജോർജ് പറയുന്നത് PC തോമസ് പണ്ട് മൂവാറ്റുപുഴ ജയിച്ച പോലെ പാലായിൽ ഷോൺ ജയിക്കും. പാലാ മുനിസിപ്പാലിറ്റി അല്ല, പാലക്ക് അപ്പുറപ്പുറമുള്ള പഞ്ചായത്തുകളൊക്കെ പുള്ളിക്ക് അനുഭവം. പഴയ പൂഞ്ഞാറിൽ നിന്ന് വന്ന പുള്ളി നേരത്തെ ജില്ലാ പഞ്ചായത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്ന് പറയും. പിന്നെ മുസ്ലിം വോട്ടർമാർ ഏറ്റവും കുറവുള്ളൊരു സ്ഥലമാണ് പാല. അപ്പോൾ പൂഞ്ഞാറിൽ PCകളേക്കാൾ കൂടുതൽ ജയസാധ്യത പാലായിൽ ഷോണിനുണ്ട് എന്നാണ് ഷോൺ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു അത് ശരിക്കും ഒരു നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ മാണി സി കാപ്പൻ ജയിക്കാനാണ് കടന്നു ഒറ്റ കാഴ്ചയിൽ. പുള്ളിക്ക് വെല്ലുവിളി ഉയർത്തുന്നത് ജോസ് കെ മാണി അല്ല, ജോസ് കെ മാണി ഒരു വെല്ലുവിളിയേ അല്ല. അതാണ് ഇതിലെ ഏറ്റവും. മാത്രമല്ല മാണി സാറിൻ്റെ ചരമദിനമായ ഏപ്രിൽ 9-ാം തീയതിയാണ് വോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതും കൂടി അതിൻ്റെ അകത്ത് സങ്കടകരമായ ഒരു ഘടകമായിട്ട് നിൽക്കുന്നു. അപ്പുറം പൂഞ്ഞാറിലേക്ക് പോയാലും ഈ പറഞ്ഞ പോലെ ഫൈറ്റ് PC-യും കുളത്തുങ്കലും തമ്മിലാണ്. കഴിഞ്ഞ തവണത്തേത് നമുക്കറിയാം, കാരണം PC ജോർജ് ജയിച്ചു പോകണ്ടെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ബ്ലോക്കായിട്ട് ഇത്തവണ അവിടെ ഈരാറ്റുപേട്ട നഗരസഭയിലൊക്കെ UDF തിരിച്ചു വരികയും മുസ്ലിം കമ്മ്യൂണിറ്റി UDFിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് മുനിസിപ്പാലിറ്റിയിലല്ലേ? അല്ല, ഞാൻ ചോദിച്ച നിയമസഭയിൽ ഇപ്പം ഈ ആ കുളത്തുങ്കലിന് സെയിം അതേ രീതിയിൽ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് പോകാൻ തന്നെയാണോ സാധ്യത? ഇതിൽ ഈ 2 സ്ഥാനാർത്ഥി ഒരാൾക്കേ കിട്ടുള്ളൂ വോട്ട്. ഒന്നുകിൽ സജി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കിട്ടും, അല്ലെങ്കിൽ കുളത്തുങ്കലിൽ കിട്ടും. ആരെ മുസ്ലിം കമ്മ്യൂണിറ്റി ആർക്ക് അനുകൂലം, മുസ്ലിം വോട്ട് ആരെ ഫേവർ ചെയ്യും എന്നുള്ളത്. മുസ്ലിം വോട്ട് N ബ്ലോക്കായിട്ട് PC തോപ്പിക്കാനായിട്ട് 2-ൽ1 സ്ഥാനാർത്ഥി കിട്ടും. 2 പേർക്ക് കൂടി കിട്ടില്ല. ആ ആൾ ജയിക്കും. ആ ആൾ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല, ആ ആൾക്കേ കിട്ടുള്ളൂ. അതിപ്പോൾ 3-ാമത്തെ സ്ഥാനാർത്ഥി തീരെ അടി പോയാൽ എന്ത് ചെയ്യും?
അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ കുളത്തുങ്കലിലാണ് ചെയ്യുന്നത്. ഈ കുളത്തുങ്കലിന് കഴിഞ്ഞ തവണ ചെയ്ത ക്രിസ്ത്യാനികൾക്കും ഈഴവർക്കും നായന്മാർക്കും ഇത്തവണയും കുളത്തുങ്കൽ തന്നെ ചെയ്യണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? എന്തുകൊണ്ടാണ് കുളത്തുങ്കലിനെ ടോമി കല്ലാനിക്ക് ചെയ്യാതെ കുളത്തുങ്കലിനെ ഈ CPM-ൻ്റെ കോർ വോട്ട് അവിടെ ഉണ്ട്, അതിൽ ഇളക്കം തട്ടുകയില്ല എന്ന വിശ്വാസമില്ല. കല്ലാനിക്ക് അങ്ങനെ കോർ വോട്ടില്ല, സാധാരണ ആൾക്കാർ ചെയ്യുന്ന വോട്ടേ ഉള്ളൂ. ആ വോട്ട് കിട്ടി, സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ വോട്ട് കിട്ടി. പക്ഷേ ഇത്തവണ കളി മാറിയല്ലോ. ഇത്തവണ എല്ലാവർക്കും അറിയാം ഇത് മത്സരമല്ല, സാമുദായികമായിട്ടുള്ള ധ്രുവീകരണമാണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞെന്ത് ചെയ്യും? പിന്നെയുള്ള നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ഭാഗത്ത് PC ജോർജ് ഉണ്ട്. കല്ലാനി എനിക്ക് കിട്ടിയ അത്ര വോട്ട് പോലും ഇത്തവണത്തെ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി അത്ര തന്നെ ഇമ്പ്രസീവ് അല്ല. അപ്പോൾ ഫൈറ്റ് ഇവർ തമ്മിലാണ്. മുസ്ലിം വോട്ട് കുളത്തുങ്കലിൽ കിട്ടാനാണ് സാധ്യത. പിന്നെ മറുഭാഗത്ത് എത്ര ചോരും എന്നുള്ളിടത്താണ് ഈ ജയസാധ്യത നിൽക്കുന്നത്. പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ചങ്ങനാശ്ശേരി, അതുപോലെ കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജ് ജയിക്കാനാണ് സാധ്യത. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇമ്പ്രസീവ് അല്ല. BJPക്ക് അവിടെ അത്ര വലിയ വെല്ലുവിളി ഉയർത്താനും പറ്റില്ല. അവിടുത്തെ ഒരു പരിസ്ഥിതിക്ക് പറ്റുന്ന സ്ഥാനാർത്ഥിയുമാണ്. അല്ല ഞാൻ പറഞ്ഞത് ജയരാജൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ പുള്ളി പഴയ വാഴൂരാണ് ഇപ്പോഴത്തെ കാഞ്ഞിരപ്പള്ളിൻ്റെ പേര് മാത്രം. അപ്പോൾ വാഴൂരിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ആ സംഗതിയാണ്. അത് നാരായണക്കുറുപ്പിൻ്റെ മകനാണ്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ആർക്കും എതിരൊന്നും പറയാനില്ല. അതാണ് പുള്ളിയുടെ ഒരു മേൻ. ചങ്ങനാശ്ശേരിയിലും മാണി ഗ്രൂപ്പ് ജയിക്കാനാണ് സാധ്യത. കാരണം UDF മണ്ഡലമൊക്കെയാണ്, പക്ഷേ എന്നാലും അവിടെ അട്ടിമറിക്കുള്ള സാധ്യത കുറവാണ്. ഏറ്റുമാനൂർ മന്ത്രി വാസവൻ, കാരണം നാട്ടം സുരേഷ് സ്ഥാനാർത്ഥി മാറി വന്നതുണ്ടാക്കിയ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് നാട്ടക സുരേഷ് ശക്തനായ സ്ഥാനാർത്ഥിയാണ്, പക്ഷേ വാസവനെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ സജി ചെറിയാനെ പറ്റി പറഞ്ഞ പോലെ സജി ചെറിയാന് ചെങ്ങന്നൂരുള്ള പോലത്തെ ഒരു ക്ലൗട്ട് അതിനേക്കാൾ കൂടുതൽ വാസവന് ഏറ്റുമാനൂർ. പിന്നെ സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഏത് നിലക്കും വാസവൻ നമ്മൾ വിചാരിക്കണ പോലെയല്ല, അതിനേക്കാളൊക്കെ ശക്തനാണ്. പിന്നെ അവശേഷിക്കുന്ന മണ്ഡലം വൈക്കം മാത്രമേ ഉള്ളൂ. അല്ല, കടുത്തുരുത്തി മാണി ഗ്രൂപ്പ് ഏറ്റവും ശക്തമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അതുകൊണ്ട് ഫലമൊന്നുമില്ല. മോൻസിന് തന്നെയാണ് സാധ്യത. മോൻസ് ജയിക്കും. വൈക്കത്ത് CPI തന്നെ ജയിക്കാനാണ് സാധ്യത. അവിടെ പഴയ അജിത്താണ് BJP സ്ഥാനാർത്ഥി. അത് കുറേയൊക്കെ അത്രയും വലിയ സ്ഥലമാണ്. അതെ, വലിയ എഡ്ജുള്ള സ്ഥലമാണ്. അപ്പോൾ അജിത്ത് ഒരു പക്ഷേ വലിയ ഒരു മത്സരത്തിൽ 2ാം സ്ഥാനത്തേക്ക് വന്നാൽ പോലും ജയിക്കാൻ പറ്റിയില്ല. ആ രീതിയിൽ ആ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത അതാണ്. അപ്പോൾ വൈക്കത്ത് വലിയ മാറ്റം വരാൻ പോകില്ല. അപ്പോൾ കോട്ടയം ജില്ലയിൽ വലിയ മാറ്റമില്ല എന്ന് തന്നെ പറയാം. കാരണം കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി അത് ഇടതുപക്ഷം നിലനിർത്തും. ഏറ്റുമാനൂർ ഇടതുപക്ഷം, വൈക്കം ഇടതുപക്ഷം. അപ്പോൾ 4 5ാമത്തെ സീറ്റ് ഏതാ? പൂഞ്ഞാർ. പൂഞ്ഞാർ LDF. പൂഞ്ഞാർ മാത്രമേ സംശയമുള്ളൂ. അപ്പോൾ 4 LDF, 4 UDF. മാണി സി കാപ്പൻ. അതെ. ഇനി നമുക്ക് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ മലപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് സമ്മാനിക്കുന്ന ജില്ലയാണ്. 14 സീറ്റുണ്ട്. കഴിഞ്ഞ തവണ 9-5 അപ്പം ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പല സസ്പെൻസും ട്വിസ്റ്റുകളും നടന്നത് ഒന്ന് പെരുമ്പാവൂർ, കൊച്ചിയൊക്കെ അടങ്ങുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ കോൺഗ്രസിൻ്റെ, താങ്കൾ മുമ്പേ പറഞ്ഞ പോലെ, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടർമാരുള്ളൊരു ജില്ല. പലവിധ സാമുദായിക സാഹചര്യങ്ങൾ കൊണ്ട് UDF പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ എളുപ്പത്തിൽ ജയിക്കുന്ന ജില്ല. പക്ഷേ ഈ മൊത്തത്തിൽ ആ 14 കോൺസ്റ്റിറ്റ്യുവൻസി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാധ്യത എങ്ങനെയാണ്? എറണാകുളം ജില്ലയിൽ 14 സീറ്റും വേണമെങ്കിൽ UDFന് ജയിക്കാം. ഞങ്ങളുടെ ആലുവ മുനിസിപ്പാലിറ്റി പോലെ 26 ഡിവിഷൻ ഉണ്ട്. 26 വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ജയിക്കാം. പിന്നെ കോൺഗ്രസ്സുകാർ കാലുവാരി കുറച്ച് പേരൊക്കെ തോപ്പിക്കും എന്ന് പറഞ്ഞ പോലെ ഈ എറണാകുളം ജില്ലയിൽ 14 മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ശരിക്കും പൊളിറ്റിക്കലായിട്ട് മേൽക്കൈയുള്ള 2 മണ്ഡലമുണ്ട്. പറവൂരും തൃപ്പൂണിത്തും. പക്ഷേ 2 സ്ഥലത്തും കാലാകാലങ്ങളായിട്ട് UDF കോൺഗ്രസ്സാണ് ജയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള തകരാറ് കൊണ്ട് ഒക്കെയാണ് പലപ്പോഴും സീറ്റ് നഷ്ടപ്പെടുക. ഏറ്റവും വലിയ ഉദാഹരണം കൊച്ചിയാണ്. കൊച്ചി മണ്ഡലത്തിൽ 60% കോൺഗ്രസ്സുകാർ, ലീഗുകാർ വേറെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അവിടെ മുഴുവൻ ആളുകളെ വെറുപ്പിക്കുന്നതിൽ ഡൊമിനിക് പ്രസൻറ്റേഷൻ വിജയിച്ചു. അതുകൊണ്ട് കുറച്ചുകൂടി ആ സീറ്റ് നഷ്ടപ്പെട്ടു. അവിടെ ടോണി ചമ്മണി വന്നപ്പോൾ പൂർണ്ണമായി. അപ്പോൾ അതാണ് കൊച്ചിയിലെ അവസ്ഥ. വൈപ്പിലും ഇതുപോലെ കോൺഗ്രസ്സുകാർക്കാണ് കൂടുതൽ. പക്ഷേ LDF ആണ് കാലാകാലങ്ങളായിട്ട് ജയിക്കുന്നത്. കോതമംഗലം
ഈ എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം UDFകാരുള്ള വേറൊരു മണ്ഡലമാണ് കോതമംഗലം. കോതമംഗലത്ത് കഴിഞ്ഞ 2 തവണയായിട്ട് ആൻ്റണി ജോണാണ് ആന്റണി ജോൺ. CPM. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളാണ് നമ്മൾ ഈ പണ്ട് ജോസഫ് ഗ്രൂപ്പ് സ്ഥിരമായിട്ട് ജയിച്ചു എന്നൊരു സ്ഥലം മന്ത്രി ടി യു കുരുവിള അതെ. അപ്പോൾ ഇങ്ങനെ അങ്ങനെയാണ് ശരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചപ്പോൾ ഈ LDF ജയിക്കുന്നതല്ല, UDFകാർ വേല വെച്ചും കാലുവാരിയും അഭ്യാസം കാണിച്ചുമൊക്കെ തോൽപ്പിക്കുന്നു, അല്ലെങ്കിൽ തീരെ ജയിക്കാത്ത ആൾക്കാരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് പോകുന്നു. അപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്കമാലിയിലെ റോജി M. ജോൺ ജയിക്കേണ്ടതാണ്, ന്യായമായിട്ട് ജയിക്കും. ആലുവയിൽ അൻവർ സാദത്ത്, ഇവരൊക്കെ അവിടെ എത്ര കാലങ്ങളായിട്ടുള്ള ആളുകളാണ്. പെരുമ്പാവൂർ എൽദോസ് കൂന്നപ്പള്ളി നിന്നിരുന്നെങ്കിൽ പുള്ളി തന്നെ ജയിക്കുമായിരുന്നു. അരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൽദോസ് അവിടെ സുപരിചിതനാണ്. എൽദോസിനെ മാറ്റിയതുകൊണ്ട് അത് കുറച്ച് സംശയാസ്പദമായി. അതിൽ എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ വന്നേക്കുന്ന സ്ഥാനാർത്ഥി കത്തോലിക്കനാണ്, മനോജ് മൂത്തർ. അവിടെ കത്തോലിക്കരെക്കാളും 5 ഇരട്ടി യാക്കോബായക്കാരുള്ള സ്ഥലം. യാക്കോബായ ഹൃദയഭൂമിയാണ്. അവിടെ ഒരു കത്തോലിക്കനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമായിട്ട് അകത്തുണ്ട്. മറുഭാഗത്ത് ഈ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കുന്നത് അവിടെ ലോക്കലായിട്ടുള്ള ഒരു യാക്കോബായക്കാരൻ. അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട്. അയാളെക്കുറിച്ച് ആക്ഷേപമൊന്നും പറയാനില്ല. ഈ മാണിയുടെ സ്ഥാനാർത്ഥി, മാണിയുടെ 2 ജില്ലയിലാണ് മത്സരിക്കുന്നത് പറയുന്നത്. ആ മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം അങ്കമാലിലെ സാജു പോളിനെ ഇപ്പുറം കൊണ്ട് മത്സരിപ്പിച്ച് സാജു പോൾ ജയിച്ചേനെ. സാജു പോൾ പെരുമ്പാവൂരാണെങ്കിൽ ജയിച്ചേനെ. അത് മാണി സാർ അല്ല, ഈ ജോസ് കെ മാണി മസിൽ പിടിച്ചു നിർത്തിക്കൊണ്ട്. പക്ഷെ അത് ഇപ്പം അങ്ങനെ അതൊരു സസ്പെൻഷനിൽ നിൽക്കുന്ന മണ്ഡലമാണ്. മൂവാറ്റുപുഴയിലും UDF മണ്ഡലമാണ്. UDF മണ്ഡലമാണ്. അവിടെ എൽദോസ്, നമ്മുടെ എൽദോ കഴിഞ്ഞ തവണ ജയിച്ചു. പക്ഷേ ഇത്തവണ കോഴിനാടൻ തിരിച്ചു പിടിച്ചു. അവിടെയും ഈ പറഞ്ഞ പോലെ സാധാരണ അതിൽ പ്രശ്നമൊന്നുമില്ല, കോഴിനാടൻ തന്നെ ജയിക്കേണ്ടതാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് 2 പ്രശ്നമുണ്ട്. ഒന്ന്, കോഴിനാടൻ തോൽപ്പിക്കേണ്ടത് CPM-കാരുടെ അഭിമാന പ്രശ്നമാണ്. കാരണം പിണറായി വിജയനെതിരെ അഴിമതി ആരോപിക്കുകയും കൈ ചൂണ്ടി സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് CPM-കാരുടെ അവനാഴിയിലുള്ള അവസാനത്തെ അമ്പ് വരെ അവർ പ്രയോഗിക്കും. രണ്ടാമത്തേത്, അവിടെ 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്ഥലത്തെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിയാണ്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ കത്തോലിക്കരും യാക്കോബായക്കാരും ഏതാണ്ട് തുല്യമല്ല. കത്തോലിക്കർ കുറച്ച് കൂടുതലും യാക്കോബായക്കാർ കുറച്ച് കുറവുമാണ്. സ്ഥിരമായിട്ട് കത്തോലിക്കർ ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഈ കത്തോലിക്ക കോൺഗ്രസ്സുകാരൻ 2020 ആയിട്ട് വരുമ്പോൾ കത്തോലിക്കർ സാമുദായികമായിട്ട് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അതെങ്ങനെ ബാധിക്കും, അതാണ് ഒരു പ്രശ്നം. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അവിടുത്തെ കോതമംഗലത്തും ഏതാണ്ട് ഇത് തന്നെയാണ് സ്ഥിതി. അവിടെ ഷിബു തെക്കുംപുറമാണ് സാർ. നല്ല സ്ഥാനാർത്ഥിയാണ്, സംശയമൊന്നുമില്ല. പിന്നെ ആന്റണി ജോൺ ഇതുപോലെ 10 കൊല്ലത്തെ ഇതുണ്ട്. അതിൻ്റെ ആൻറ്റി ഇൻകംബൻസിയും ഉണ്ട്, പ്രോ ഇൻകംബൻസിയും ഉണ്ട്. പിന്നെ അവിടെ ഈ ഒരു സംഗതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഷിബു തെക്കുംപുറം യാക്കോബായക്കാരൻ, മറ്റേവൻ കത്തോലിക്കനുമാണ്. കത്തോലിക്കന് സ്വാഭാവേന കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്, മനസ്സിലായില്ലേ? പക്ഷേ ആൻ്റണി നിൽക്കുമ്പോൾ ആ ഒരു സംഗതി, ആൻ്റണി നമ്മുടെ ആൾ എന്നുള്ള ഒരു ചിന്താഗതി. അതുകൊണ്ട് വൈദികന്മാർ, കന്യാസികളൊക്കെ കുരുളാഞ്ചേട്ടനെതിരെ മത്സരിച്ചപ്പോൾ ആൻ്റണിയെ സപ്പോർട്ട് ചെയ്തു. ഇത്തവണ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ പിറവത്ത് യാതൊരു സംശയവുമില്ല, അനൂപ് ജേക്കബ് തന്നെ. പിന്നെ അവിടെ ശ്രദ്ധേയമായിട്ട് കഴിഞ്ഞ തവണ ഈ 2020 ഒരൊറ്റ വരവോടി കുന്നത്തുനാട് ഇത്തവണ സജീന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. സജീന്ദ്രൻ കഴിഞ്ഞ തവണത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ 2020 ഒരു ഇച്ചിരി പ്രശ്നം. അതെ, അടൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്ഥാനാർത്ഥി. അതെ, അത് ലോക്കലായിട്ടൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വേറൊരു രീതിയിൽ ഒരു എടുപ്പുള്ള പയ്യം വിജയനെയൊക്കെയാണ് അവർ ആദ്യം ആലോചിച്ചത്. അതുപോലത്തെ ഒരാൾ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ അഖിൽ മാരാർ വന്നുകൊണ്ട് തൃക്കാക്കരയിൽ അഖിൽ മാരാർ വന്നതുകൊണ്ട് ഒരു ഇളക്കോട്ടായി. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സംശയമാണ്. കാരണം ഉമാ തോമസ് അത് വളരെ ഇമ്പ്രസീവായിട്ടുള്ള കാൻഡിഡേറ്റ് ഒന്നുമല്ല. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. PT തോമസിൻ്റെ ഒരു ഹാലോ അവിടെ ഉള്ളതുകൊണ്ട് അതിനപ്പുറം. പക്ഷേ CPM-ൻ്റെ സ്ഥാനാർത്ഥി ഈക്വലി പറഞ്ഞ മനസ്സിലായില്ല, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്ന് ഒരു ഇളക്കോട്ടൊക്കെ. പിന്നെ പൊതുവെ ഒരു UDF ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡ് അവിടെ ഉണ്ട്. ട്രെൻഡ് ആൻറ്റി ഇൻകംബൻസി ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ എറണാകുളവും കൊച്ചിയും പൊതുവെ കോൺഗ്രസ് എല്ലാ കാലത്തും ലാറ്റിൻ ബെൽറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തവണയാണ് അതെ, എറണാകുളം ലാറ്റിൻ്റെ കേന്ദ്ര തലസ്ഥാനമാണ്, വരാപ്പുഴ അതിരൂപത. എറണാകുളത്ത് ഇത്തവണ വിനോദ് തന്നെ മത്സരിക്കുന്നു. വിനോദിനെതിരെ നമ്മുടെ സാബു ജോർജിന് വലിയ അട്ടിമറിയൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നില്ല. കാരണം എറണാകുളം സാബു ജോർജിന് ആളുകളെതിരായുണ്ടല്ല, പക്ഷേ മൊത്തത്തിൽ ട്രെൻഡ് UDF ആണ്. പിന്നെ വിനോദിന് പ്രത്യേകിച്ച് ദോഷമൊന്നും പറയാനില്ല. ജയിക്കാൻ വിനോദ് മതി. പണ്ട് ഹൈബി കിട്ടിയ പോലത്തെ
ഭയങ്കരമായ ഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നു വരില്ല, പക്ഷേ എന്നാലും അത്ര എളുപ്പമല്ല. പിന്നെ ഷിയാസിന്റെ വരവ് ഈ ഷിയാസിൻ്റെ വരവ്, ഷിയാസ് സത്യത്തിൽ കളമശ്ശേരിയിൽ നിൽക്കേണ്ട ആളായിരുന്നു. കളമശ്ശേരി ആണെങ്കിൽ പുള്ളിയുടെ ഒരു ഹോം ഗ്രൗണ്ടാണ്. പിന്നെ ആ മണ്ഡലം ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. അതിന് പകരം ഷിയാസിനെ കൊച്ചിയിൽ കൊണ്ടുനിർത്തി. കൊച്ചിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ മട്ടാഞ്ചേരി അല്ല കൊച്ചി. മട്ടാഞ്ചേരി ആയിരുന്നപ്പോൾ കുഴപ്പമില്ല, മട്ടാഞ്ചേരി ആയിരുന്നപ്പോൾ പുള്ളി ലാറ്റിനാണ് കൂടുതൽ. പിന്നെ ഇബ്രാഹിം കുഞ്ഞ് അത്രയും ചാതുര്യമുള്ള ആളായിരുന്നുകൊണ്ട് പള്ളിക്കാരെയൊക്കെ പുള്ളി ആദ്യമേ പാട്ടിലാക്കി. അങ്ങനെയാണ് ഇബ്രാഹിം കുഞ്ഞ് ജയിച്ചത്. ഇബ്രാഹിം കുഞ്ഞ് വേറെ വലിയ പ്രതിഭാസമായിരുന്നു. അപ്പോൾ ഷിയാസിന് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ സാമുദായികം കൊച്ചി രൂപത മെത്രാനെ ഇടഞ്ഞു നിൽക്കുകയാണ്. അത് നിർണായകമായിരിക്കും. അതൊരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല KJ മാക്സി സാധാരണ ഇതിൽ കൊച്ചിയിൽ ചെവാവുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല കൊച്ചിയിൽ. പക്ഷേ മാക്സി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് വളരെ ജനകീയനായി. പഴയ മാക്സി അല്ല. പിന്നെ എല്ലാവരുമായിട്ടും നല്ല മാൻ ടു മാൻ റിലേഷൻ ഉണ്ട്. മാർക്സിസ്റ്റുകാരനാണ്, ആചാന ബാഹുവാണെങ്കിൽ പോലും ആളുകളുടെ ഇടപെടാനറിയാം. എല്ലാവരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തൃപ്പൂണിത്തുറയും വൈപ്പിനും എന്തെങ്കിലും. അതെ, അതിൽ തൃപ്പൂണിത്തുറയും വൈപ്പിനുമാണ്. അത് വലിയ കോമഡിയാണ്. കഴിഞ്ഞ തവണ വൈപ്പിനിൽ മത്സരിച്ച ആളുകൾ ഇത്തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കും. ജയിച്ച സ്ഥാനാർത്ഥിയും തോറ്റ സ്ഥാനാർത്ഥിയും അവിടെ നിന്ന് ബോട്ട് കയറി അല്ലെങ്കിൽ ഗോസരി പാലം കടന്ന് തൃപ്പൂണിത്തുറയിൽ വന്ന് കയറി. അത് വലിയൊരു തമാശയാണ്. അത് ആര് ജയിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. കാരണം 2 സ്ഥാനാർത്ഥികളും തുല്യ രീതിയിൽ മോശക്കാരാണ്. അപ്പോൾ മോശക്കാരൻ ആരാണെന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലുള്ളത്. ഉണ്ണികൃഷ്ണനാണെങ്കിൽ അവിടെ നിന്ന് ആളുകൾ വെറുത്തിട്ട് ഇവിടെ കൊണ്ടു നിർത്തിയതാണ്. മറ്റേ പുള്ളിയാണെങ്കിൽ ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് നിയമസഭയുടെ താല്പര്യം കൂടിയാണ്, ബാബുവിൻ്റെ താല്പര്യം കൂടിയാണ്. വൈപ്പിൻ കുറച്ചുകൂടി UDF മണ്ഡലമാണ്. അവിടെ ശർമ്മ മത്സരിച്ചതുകൊണ്ടാണ് അവിടെ ജയിച്ചത്. പിന്നെ ശർമ്മയുടെ ഒരു പിൻഗാമിയായിട്ട് ഉണ്ണികൃഷ്ണൻ വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ ജയിച്ചു എന്ന് മാത്രം. പക്ഷേ അവിടെ പറ്റിയെന്ന് വെച്ചാൽ ഈ കൊച്ചിക്കാർ തോപ്പിച്ചു വിട്ട ടോണി ചമ്മണി പുള്ളിക്ക് വൈപ്പിൽ പറയത്തക്ക ബേസൊന്നുമില്ല. ലാറ്റിൻ കാത്തലിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ലാറ്റിൻ കാരനാണ് ബെന്തിങ് ഉണ്ട് എന്ന ഒറ്റ ധൈര്യത്തിൽ പുള്ളി കൊച്ചിയിൽ പോയി മത്സരിക്കുക. പക്ഷേ വൈപ്പിൽ പോയി മത്സരിക്കുക. വൈപ്പിൽ ലാറ്റിൻകാരേക്കാൾ കൂടുതലായിട്ട് മറ്റ് സമുദായക്കാരുണ്ട്. ഈഴവർ, ധീവരനും പുലയ സമുദായക്കാരും ഒക്കെ ഉണ്ട്. നേരത്തെ സംവരണ മണ്ഡലം വരുന്ന പ്രദേശമാണ്. അപ്പോൾ ചമ്മണി അവിടെ ചിലവാകില്ല. നേരെ മറിച്ച് അവിടെ തന്നെ ജനിച്ച് വളർന്ന ഒരു ലാറ്റിൻകാരനായിരുന്നു ഇപ്പോൾ നമ്മുടെ സതീശൻ്റെ ഷാരോൺ പനക്കൽ പോലെ ഒരു മണ്ണിൻ്റെ മകനായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അജയ് തറയിലിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിലും അജയ് തറയിൽ കുറച്ചുകൂടി ലോക്കലി അവിടെ ആക്സെപ്റ്റബിളാണ്. അങ്ങനെ ഒരാൾ വന്നെങ്കിൽ രക്ഷ. ഇപ്പോൾ ഈ കോൺഗ്രസിന് പറ്റിയൊരു തകരാറ് ടോണി ചമ്മണി ഒക്കെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു സീറ്റ് കളമശ്ശേരിയാണ്. കളമശ്ശേരി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഏക മണ്ഡലമാണ്. മന്ത്രി പി രാജീവാണ് ഏത് സ്ഥാനത്ത്. അപ്പോൾ രാജീവിന് എനിക്ക് തോന്നുന്നില്ല രാജീവിനെ തോൽപ്പിക്കാൻ പറ്റുന്നത്. രാജീവിന് അതിന് മാത്രമല്ല അവിടെ നമ്മൾ വാസവനെ പറ്റി പറഞ്ഞ പോലെ അല്ലെങ്കിൽ സജി ചെറിയാനെ പറ്റി പറഞ്ഞ പോലെ അത്ര വിസിബിൾ അല്ലെങ്കിലും ഒരു വാസവൻ ഇൻ മേക്കിംഗ് ആണ് രാജീവ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി അടുത്ത ജില്ലയിലേക്ക് തൃശ്ശൂരേക്ക് പോകാം. തൃശ്ശൂരും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ 13 സീറ്റിൽ ഒരു സീറ്റേ കിട്ടിയുള്ളൂ, ഒറ്റ ഒരു സീറ്റ്. അത് സനീഷ് കുമാർ ജോസഫ് ചാലക്കുടിയിൽ. ബാക്കി 12 സീറ്റ് LDF പിടിച്ച സ്ഥലമാണ്. പറയുമ്പോൾ കരുണാകരൻ്റെ തട്ടകമായിരുന്നു. കരുണാകരൻ്റെ കാലശേഷം UDF കരുണാകരൻ്റെ കാലശേഷം കരുണാകരൻ്റെ കുഴപ്പം കൊണ്ടല്ല ആ പാർട്ടിയിലുണ്ടായത്. ഇടക്കാലത്ത് നമ്മുടെ PC ചാക്കോ MP ആയിരുന്ന കാലത്ത് പുള്ളി ഒരു കളി കളിച്ച് അബ്ദുറഹ്മാൻ കുട്ടിയെ DCC പ്രസിഡൻ്റാക്കി. ആ ദിവസം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു തൃശ്ശൂർ കോൺഗ്രസിൻ്റെ അന്ത്യമാണ്. അബ്ദുറഹ്മാൻ കുട്ടിയുടെ കുഴപ്പമില്ല, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ തെറ്റിക്കും, എ ഗ്രൂപ്പിന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ തെറ്റായ ഒരു പ്ലേസ്മെൻറ്റ് എങ്ങനെ ഒരു പാർട്ടി ഇല്ലാണ്ടാക്കുന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. അത് മാത്രമല്ല പഴയ കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് ഗണ്യമായ രീതിയിൽ BJP കൊണ്ടുപോയി. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ ഒരു തനിയാവർത്തനം ഇപ്പോൾ തൃശ്ശൂരാണ്. സുരേഷ് ഗോപിയുടെ വരവ് മാത്രമല്ല, ശരിക്കും തൃശ്ശൂർ ജില്ലയിൽ ഇവരെ തകർത്തത് BDJS ആണ്. BDJS വന്നതിന് ശേഷമാണ് ഈ കോൺഗ്രസിൻ്റെ ഇടവ വോട്ട് ബേസ് കംപ്ലീറ്റ് ആയിട്ടും BDJSലേക്ക് BJPയിലേക്ക് പോയി. അത് ചാലക്കുടിയിൽ, അതുപോലെ ഇരിങ്ങാലക്കുടയിൽ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലത്ത്, നാട്ടികയിൽ, ഗുരുവായൂർ, മണലൂർ, തൃശ്ശൂർ എല്ലായിടത്തും ആ ഇഴവ വോട്ട് ബേസ് കംപ്ലീറ്റ് ആയിട്ടും BJPയിലേക്ക് പോയി. അതാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. അവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധേയം തൃശ്ശൂർ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ UDFന് വേണ്ടി മത്സരിച്ച് പത്മജ ഏകദേശം 900 വോട്ടിന് തൊറ്റ സ്ഥലത്ത് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അവിടെ LDF
ശരിക്കും ബാലേന്ദ്രനെ മാറ്റിയിട്ട് എഴുത്തുകാരനും കൂടിയായ ആലങ്കോട് ലീലാകൃഷ്ണൻ കൂട്ട് കോൺഗ്രസ് സാധാരണഗതിയിൽ പ്ലേസ് ചെയ്യാത്ത രീതിയിൽ രാജൻ പല്ലൻ പഴയ മേയർ ആ. എന്നുള്ള അവിടെ പ്ലേസ് ചെയ്തു. സാധാരണ തേറമ്പിലിനെ പോലെ അങ്ങനെ സ്ഥിരമായി പരീക്ഷ നടത്തുന്ന ഒരു മാറ്റം അവരോട് ചെയ്തേക്കുന്നതാണ്. തൃശ്ശൂരിൻ്റെ ഒരു സ്ഥിതി എന്തായിരിക്കും? തൃശ്ശൂരെ മത്സരം പ്രവചനാതീതമാണ്. കാരണം എന്ന് വെച്ചാൽ ത്രികോണ മത്സരമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ മൂന്നിലൊരാൾ ജയിച്ചു പോകും. അതാണ് അതിൽ ശരിക്കുള്ള പ്രശ്നം. ഒറ്റ കേൾവിയിൽ രാജാപ്പല്ലൻ ജയിക്കേണ്ടതാണ്. കാരണം അതിരൂപതയുടെ ഒരു കൈവപ്പുള്ള സ്ഥാനാർത്ഥിയാണ്, ആർച്ച് ബിഷപ്പിൻ്റെ കൈവപ്പുള്ള സ്ഥാനാർത്ഥിയാണ്, ബന്ധിങ്കക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പ്രത്യേക സാമുദായിക സാഹചര്യങ്ങളെ കൂടി പരിഗണിക്കുമ്പോൾ അദ്ദേഹം ജയിക്കേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ലാത്തതുണ്ട്. ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ എത്ര വോട്ട് പിടിക്കും? കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചില്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും പത്മജയ്ക്ക് കിട്ടുമോ? അത് സംശയമാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ പല്ലനാണ് ജയിക്കാനാണ് സാധ്യത. അവിടെ ഈ ചേലക്കര, നാട്ടിക, കയ്പമംഗലം അതില് പൊതുവേ നമുക്ക് അല്ല, ആ വടക്കൻ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വടക്കാഞ്ചേരി, പിന്നെ ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, ഈ 4 സ്ഥലത്തും CPM-കാർ തന്നെ നിലനിർത്താനാണ് സാധ്യത. അക്കരെ മത്സരിക്കുന്നുണ്ടോ? അക്കരയ്ക്ക് പകരം ഇല്ല. വൈശാഖ് സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കാൻഡിഡേറ്റ് ആണ്. എവിടെ? വടക്കാഞ്ചേരി സേവ്യർ ചിറ്റൽപ്പള്ളി. അതൊന്നും കാരണം ഒരു യുവ സ്ഥാനാർത്ഥി ഇതാണ് സീനിയർ നേതാവിൻ്റെ മകനെ അവിടെ നഗരസഭയിൽ ലീഡറൊക്കെ ആയിരുന്ന ഒരാളാണ് വടക്കാഞ്ചേരി. പിന്നെ ഈ കുന്നംകുളത്ത് AC മൊയ്തീൻ വീണ്ടും മത്സരിക്കും. മൊയ്തീൻ തന്നെ ജയിക്കാനാണ് സാധ്യത. അപ്പുറേ പൊന്നാനി പണ്ട് മത്സരിച്ച അജയ് മോഹനാണ്. അജയ് മോഹനാണ് സാധ്യത. അത് പൊതുവേ ഇതിൽ ഈ ഒരു CPM-കാർ പൊതുവേ അതാത് ആളുകൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് സീറ്റ്. ആകെ മണലൂർ മാത്രമേ മാറ്റുള്ളൂ. മണലൂർ ഈ പ്രതാപൻ്റെ വരവ് എങ്ങനെ? പ്രതാപൻ കാടലൊക്കെ പ്രചരണമാണ്. പ്രതാപൻ ആയതുകൊണ്ട് ചിലപ്പോൾ ജയിക്കാം. പ്രതാപൻ ഇന്നൊരു തെരഞ്ഞെടുപ്പിൽ തോക്കാത്ത ആളാണ്. അതൊരു പുള്ളിയുടെ പ്രത്യേകത. അവിടെയും വേറൊരു പ്രശ്നമുണ്ട്. മണലൂർ C രവീന്ദ്രനാഥ് വലിയ പ്രതിച്ഛായുള്ള നേതാവാണ്. കഴിഞ്ഞ തവണയൊക്കെ വലിയ ഭൂരിപക്ഷത്തിലാണ് LDF ജയിച്ചിട്ടുള്ളത്. അതിലും വിശേഷിച്ച് വേറൊരു പ്രത്യേകതയുണ്ട്. KK അനീഷ് കുമാർ എന്ന് പറഞ്ഞ BJP സ്ഥാനാർത്ഥി. കുന്നംകുളത്ത് കഴിഞ്ഞാണ് മത്സരിച്ചത്. KK അനീഷ് കുമാർ BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളാണ്. അപ്പോൾ KK അനീഷ് കുമാറാണ് അവിടെ മണലൂർ BJP സ്ഥാനാർത്ഥി. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ വലിയ ട്രയാങ്കുലർ ഫൈറ്റിലേക്കാണ് പോകുന്നത്. സ്ഥാനാർത്ഥികൾ ആരും മോശക്കാരല്ല. KK അനീഷ് കുമാർ BJPയുടെ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യും. പുള്ളി ഈഴവ സമുദായക്കാരൻ. രവീന്ദ്രനാഥ് നായർ, മറ്റേ ധീവൻ. അപ്പോൾ ഇത് ഒരു തലത്തിൽ നമുക്ക് പിടിതരാത്ത ഒരു ഭയങ്കര ട്രയാങ്കുലർ ഫൈറ്റാണ്. അവിടെ അത് ഇരിങ്ങാലക്കുടയിൽ ബിന്ദു ടീച്ചർ തന്നെ ജയിക്കുന്നതാണ് തോന്നുന്നത്. കാരണം അതൊക്കെ നിയമസഭ ഫൈറ്റ് തന്നെയാണ്. ഉണ്ണിയാടൻ വേഴ്സസ് ബിന്ദു ആണ്. അവിടെ മറ്റേ BJP സ്ഥാനാർത്ഥി ശക്തനാണ്. അയാൾ അവിടുത്തെ ഒരു SNDP യൂണിയൻ SNDPയുടെ യൂണിയൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്. പിന്നെ കോൺഗ്രസിന് ജയിക്കാവുന്ന സീറ്റ് ചാലക്കുടി തന്നെയാണ്. കാരണം സനീഷ് കുമാർ ജോസഫ് 5 കൊല്ലമായിട്ട് അവിടെയുള്ള ഒരു പിന്നെ മാണി ഗ്രൂപ്പിനാണ് സീറ്റ് കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ് ഇത്തവണ മാണിയുടെ സ്ഥാനാർത്ഥി. കൗൺസിലറായിരുന്ന ഒരാളെ പിടിച്ച് ഈ ഒല്ലൂര് മന്ത്രി രാജന്റെ മണ്ഡലം. ഒല്ലൂർ രാജൻ തന്നെ ജയിക്കാൻ സാധ്യത. പണ്ടൊക്കെ പറയുന്നത് ഒല്ലൂര് സീറ്റിൽ ആര് ജയിക്കുന്ന അവർ കേരളം ഭരിക്കും. അതെ. അത് ശരിയാ. LDF ജയിക്കുമ്പോൾ ഒല്ലൂർ LDF-ൻ്റെ കൂടെയും UDF ജയിക്കുമ്പോൾ ഒല്ലൂർ UDF-ൻ്റെ കൂടെ ആയിരിക്കും. ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്താണ്. പുള്ളിയൊന്നും അങ്ങനെ ഫൈറ്റ് ചെയ്ത് കേസുകളിലൂടെ വാർത്തയിൽ നിറഞ്ഞ ഒരു അതൊന്നും വലിയ ക്ലച്ച് പിടിക്കുന്ന സ്ഥാനാർത്ഥിയല്ല. അതുപോലെ പുതുക്കാടും രാമേന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. CPM അനുകൂല അന്തരീക്ഷമാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന കൊടുങ്ങല്ലൂർ ആ കാൻഡിഡേറ്റ് ഒരു ഇമ്പ്രസീവായിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സിറ്റിംഗ് MLA സുനിൽകുമാറാണ്. അതെ, ഞാൻ പറഞ്ഞത്. അതുപോലെ കയ്പമംഗലം കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. നാട്ടികയിൽ ഈ പറഞ്ഞ പോലെ പാർട്ടി മാറിയ മൂന്നൻ BJP ആയിട്ട് മത്സരിക്കുന്നു. പക്ഷേ BJPയുടെ ഒക്കെ വോട്ട് ഷെയർ വല്ലാതെ കൂടിയിട്ടുണ്ട് നാട്ടികയിലും ഇരിങ്ങാലക്കുടയിലും ഒക്കെ. ഇരിങ്ങാലക്കുടയിൽ സത്യത്തിൽ CPM-നെ ജയിപ്പിക്കുന്നത് BJPയുടെ വോട്ടാണ്. BJPയുടെ വോട്ട് ഷെയർ BJPയുടെ വോട്ട് കൂടുന്നതനുസരിച്ചിട്ട് മറ്റൊരടിയിലേക്ക് പോയി. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്. ഈ ഇടതുപക്ഷക്കാർക്ക് അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പിടിച്ചു നിർത്തിയാൽ മതി. കോൺഗ്രസ്സുകാരുടെ വോട്ട് കുറഞ്ഞ് BJPയുടെ കൂടുകയാണ്. അതുകൊണ്ട് BJP ജയിക്കില്ല, കോൺഗ്രസ് പോക്കില്ല. അവസാനത്തെ ജില്ല പാലക്കാട്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ CPM-ൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലാണ്. 12 മണ്ഡലങ്ങളിലും 2 മണ്ണാർക്കാടും പാലക്കാടും ബാക്കി എല്ലാം CPM ജയിക്കുന്ന സ്ഥലമാണ്.
വലിയൊരു അത്ഭുതത്തിനൊക്കെ എന്തെങ്കിലും വക വലിയ പാലക്കാട് ജില്ലയിൽ അത്ഭുതത്തിനൊന്നും വകയില്ല. യു ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടിയ 2 സീറ്റ് റീറ്റെയിൻ ചെയ്താൽ അത് തന്നെ വലിയ നേട്ടം എന്ന് പറയാം. പിന്നെ മണ്ണാർക്കാട്ട് ഷംസുദ്ദീൻ തന്നെ ജയിക്കാൻ സാധ്യത. ഷംസുദ്ദീൻ. പിന്നെ പാലക്കാട് പ്രവചനാതീതമായ മത്സരമാണ്. പറയാൻ പറ്റും. ശോഭാ സുരേന്ദ്രൻ, രമേശ് പിഷാരടി അതെ. അവിടെ തീർത്തും എന്താ പറയുക, ഒരു വലിയ ട്വിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു വ്യവസായിയായ NMR റസാഖ് അവിടെ LDF സ്ഥാനാർത്ഥി, വ്യവസായിനെ പോലെ ഒരാളൊന്നും മത്സരിക്കുന്നില്ല. അത് ഈ പറയുന്ന പോലെ അവിടെ മുതലാണ് ഈ ഡീലിന്റെ കഥ കേരളം കേട്ടു തുടങ്ങി. ഇതെന്തായിരിക്കും അത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ വരവ് ശോഭാ സുരേന്ദ്രനായിരിക്കോ തുണയ്ക്കുക, അതോ രമേശ് പിഷാരടിക്കാണോ? അവിടുത്തെ സാമുദായിക സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് സാധാരണ ഇതിൽ ജയിക്കില്ല. പാലക്കാടിൻ്റെ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ജയിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. സുന്ന സാഹിബ് മത്സരിച്ചിട്ടുണ്ട്. പിന്നെ ഇടക്കാലത്ത് TK നൗഷാദ് ജയിച്ചിട്ടുണ്ട്. എന്താണ് അബ്ദുൾ കുബൂസ് എന്ന് പറഞ്ഞ ഒരാൾ പണ്ട് മുനിസിപ്പൽ ചെയർമാനായിരുന്നു. പിന്നെ ഷാഫി ജയിച്ചിട്ടുണ്ട്. ഷാഫിയൊക്കെ ജയിക്കുന്നത് അങ്ങനെ സാമുദായികമായ വോട്ടുകൊണ്ടല്ലല്ലോ. അപ്പോൾ അത് അവിടെ ഹിന്ദു മെജോറിറ്റിയുള്ള മണ്ഡലമാണ്, മുസ്ലിം വോട്ടർമാരുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാമുദായികമായ ചേരിരിവ് ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഈ ഒരു ഹോട്ടൽ വ്യവസായി വന്ന് മത്സരിച്ചു എന്നുള്ളതുകൊണ്ട് മുസ്ലിങ്ങൾ അന്യത UDF വോട്ട് ചെയ്യുന്ന ആളുകൾ UDF വോട്ട് ചെയ്യാനുള്ള സാധ്യത. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഭൂരിപക്ഷവും UDF വോട്ട് ചെയ്യുള്ളൂ. അത് ഉറപ്പാണ്. മുസ്ലിം കാൻഡിഡേറ്റ് വന്നു വെച്ച് അവർ ജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ള UDF സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിയിട്ട് വെറും സമുദായ സ്നേഹം കൊണ്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ സ്ഥാനാർത്ഥി ഒരു പൊതുജന പ്രവർത്തകനല്ലാത്തോട്ട്, പൊതുപ്രവർത്തകനല്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നൊരു ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറഞ്ഞു വരാനുള്ള സാധ്യത. LDF വോട്ട് ഷെയർ കുറഞ്ഞു പോവാം. അപ്പോൾ അല്ലെങ്കിൽ 2 സാധ്യതയില്ല. ഒന്നുകിൽ ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയായിരിക്കും, പണം മാത്രമല്ല ജയിക്കാവുന്ന സ്ഥാനാർത്ഥി, രാഷ്ട്രീയമായിട്ട് ഒരു മേൽക്കൈ ഉണ്ടാകും. UDF LDF അതില്ല. പാലക്കാട്ട് LDF പരാധീനത 3-ാം സ്ഥാനത്താണ്. അവിടെ ഇമ്പ്രസീവ് അല്ലാത്തൊരു കാൻഡിഡേറ്റ് വരുമ്പോൾ എന്തിട്ടും വീണ്ടും അത് പിന്നെ കുറയുള്ളൂ. അപ്പോൾ കുറയുമ്പോൾ ഈ വോട്ട് എവിടെ കൂടും? ഞാൻ പറഞ്ഞ മനസ്സിലായി. ശോഭയുടെ സാധ്യത അതിലാണ് നിൽക്കുന്നത്. അപ്പോൾ LDF അപ്പോൾ ഡീലുണ്ടോ ഇല്ലെന്നുള്ളതല്ല, LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയുമ്പോൾ അത് പിഷാരടിക്ക് കൂടുമോ, അത് ശോഭയ്ക്ക് കൂടും. ഓക്കെ. പിന്നെ അവിടെ ഏറ്റവും കൗതുകത്തോട് തോന്നുന്ന ഈ 2 മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒന്ന് പട്ടാമ്പിയും ചിറ്റൂരുമാണ്. കാരണം മുൻകാലങ്ങളിൽ അച്യുതനിലൂടെയും അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി അച്യുതനായിരുന്നു. അതെ, അവർ രണ്ടുപേരുടെ ഫൈറ്റ് ആയിരുന്നു. കാലങ്ങളോളം ചിറ്റൂര് അച്യുതൻ ജയിച്ചു. പിന്നെ കൃഷ്ണൻകുട്ടി 2 ടൈമായി അദ്ദേഹത്തിന് സുമേഷ് അച്യുതൻ മത്സരിച്ചു. പട്ടാമ്പിലാണെങ്കിലും പഴയ CPM ദീർഘകാലം പ്രതിദാനം ചെയ്തൊരു മണ്ഡലമാണ്. പക്ഷെ മൗസിം വന്നതോടെ അത് മൊത്തം മാറി. ഈ 2 മണ്ഡലങ്ങളിൽ UDF ഫൈറ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണം? പട്ടാമ്പിയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ പട്ടാമ്പി ജയിക്കാവുന്ന സീറ്റായിരുന്നു. മുഹമ്മദ് മൊഹ്സീന് CPIക്കാർ ഉള്ളതുകൊണ്ട് എതിരാണ്. CPMകാരുടെ പിന്തുണയിലാണ് പുള്ളി ജീവിച്ചു പോകുന്നത്. പക്ഷേ അതൊരു UDF മണ്ഡലമാണ്. മൊഹ്സീൻ ആയതുകൊണ്ടാണ് ജയിക്കുന്നത്. മൊഹ്സീൻ ഒരു ഇമ്പ്രസീവായിട്ടുള്ള ഒരു MLA ആണ്. പക്ഷേ അവിടെ ഈ കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്ത ആൾ തീരെ പറ്റില്ല. നേരെ മറിച്ച് കഴിഞ്ഞ തവണ മത്സരിച്ച റിയാസ് മുക്കോളിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ CR മഹേഷൊക്കെ ജയിച്ച പോലെ മുക്കോളി ഫൈറ്റ് ചെയ്ത് ജയിച്ച, പ്രത്യേകിച്ച് UDF ഒരു ട്രെൻഡായതുകൊണ്ട്. സുമേഷ് അച്യുതൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാറായിട്ടില്ല. അവിടെ കൃഷ്ണൻകുട്ടി മാറി നിൽക്കുകയാണ്. കൃഷ്ണൻകുട്ടി മാറിയതുകൊണ്ട് അതാണ്. പക്ഷെ അത്ര എളുപ്പമല്ല. അതുപോലെ അതിലും വലിയ ഫൈറ്റ് നടക്കുന്ന സ്ഥലം തൃത്താലയാണ്. തൃത്താലയിൽ കഴിഞ്ഞ തവണത്തെ അതേ പോരാളികൾ ഇത്തവണ വീണ്ടും അങ്കത്തട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അന്ന് മന്ത്രി ആയിരുന്നില്ല MP രാജേഷ്. ഇപ്പം മന്ത്രിയായ MP രാജേഷിനോടാണ് ബെർറ മത്സരിക്കുന്നത്. അതെ, നല്ല മത്സരമാണ്. നല്ല മത്സരം നടക്കുന്നത്. പ്രവചനത്തിനുള്ളൊരു ഇല്ല, അത് പറയാൻ പറ്റില്ല. രണ്ടുപേരും ബുദ്ധിജീവികളാണ്. അതിന് വേറെ പ്രശ്നം, നാട്ടുകാർക്ക് ഇറങ്ങിപ്പോവും. തൻ്റെതായ രീതിയിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന 2 പേരെയാണ്. അതെ അതെ അതെ, അതൊരു ഇടതുപക്ഷ മണ്ഡലമായിരുന്നു. ബൽറാം വന്നതിന് ശേഷമാണ് അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം. തോപ്പിക്കുന്നു. പിന്നെ വന്നു. കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ചത് കോങ്ങാട് ഇപ്പം ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് VK ശ്രീകണ്ഠന്റെ ഭാര്യ കൂടിയായ തുളസി മത്സരിക്കും. അവിടെ എന്തെങ്കിലും ഒരു വലിയ അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയില്ല. പാലക്കാട് ജില്ലയിൽ പിന്നെ അങ്ങനെ ഷൊർണൂർ ഒറ്റപ്പാലത്ത് ശശി മത്സരിക്കുന്നു, PK ശശി മത്സരിക്കുന്നു എന്നുള്ളതാണ്. PK ശശി മത്സരിക്കുന്നത്, PK ശശി ഒറ്റപ്പാലത്ത് ജയിക്കുകയാണെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ജയിച്ചാലും തോറ്റാലും അത് UDF ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇതുണ്ടല്ലോ. ഇത്ര ആളുകളെ നിർത്തിയിട്ട് PK ശശി വേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യമില്ലേ? ഇപ്പോൾ മലമ്പുഴയിൽ സുരേഷ് മത്സരിക്കുന്ന പോലെയോ അമ്പലപ്പുഴയിൽ സുധാകരൻ മത്സരിക്കുന്ന പോലെ അല്ലല്ലോ.
അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി മത്സരിക്കുന്ന പോലെ അല്ല. ദീർഘകാലം പരിഹസിച്ച അതേ കാരണത്തിലുള്ള ഒരാളെ അവർ എല്ലാ കാര്യം കൊണ്ടും ആക്ഷേപിച്ച ഒരാൾ ഇപ്പം ഇവരുടെ ആളായിട്ട് വരിക. അപ്പോൾ അതിലൊരു വലിയ ഈ സുരേഷ് മത്സരിച്ചുകൊണ്ടും മലമ്പുഴയിൽ വലിയ മലമ്പുഴ അനുഭവം സംഭവിക്കും. കാരണം അവിടെ ഒരു ശ്രദ്ധേയ പോരാട്ടം എന്ന് പറയുന്നത് BJP 2ാം സ്ഥാനത്തുള്ളതാണ്. കൃഷ്ണകുമാർ വീണ്ടും കൃഷ്ണകുമാർ മത്സരിക്കുന്ന അതെ സ്ഥലമാണ്. ഈ കൃഷ്ണകുമാറിന്റെ ഒരു ഫൈറ്റ് ഒരു കൃഷ്ണകുമാറിൻ്റെ ഫൈറ്റ് കൊണ്ടും മലമ്പുഴ പിടിക്കാൻ പറ്റും. അറിയാൻ മാത്രമുള്ള അറിയാൻ പാകത്തിനൊന്നും ആയിട്ടില്ല. പിന്നെ ഈ ബാക്കി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് അത്രയും വീക്കായി എന്നുള്ളതാണ്, BJP സ്ട്രോങ് ആയി എന്നുള്ളതല്ല. ഇതാണ് നമ്മുടെ ഒരു മധ്യ കേരളത്തിന്റെ ഒരു പൊതുചിത്രം. അതെ അതെ.